friends, welcome back to our channel Glimpse of Joma. So, ഇന്ന് നമ്മൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. പറഞ്ഞു വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കോൾഡ് കോഫിയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാഗ് അടിപ്പിക്കില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ റെസിപ്പിയുടെ മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള മൂന്ന് സാധനങ്ങൾ മാത്രം അതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് പാലാണ്. ടീച്ചറിന് താഴെ ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ്. കൊട്ടയം വേണം, അത് കുറച്ച് ലൂസായിട്ടും വേണം. ബ്ലെൻഡറിൽ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. പിന്നെ വേണ്ടത് കോഫി പൗഡറാണ്. അതിപ്പോൾ ഏത് ബ്രാൻഡ് വേണമെന്ന് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ 1 സ്പൂൺ ആണുള്ളത്. പിന്നെ പഞ്ചസാരയാണ് വേണ്ടത്. 4 സ്പൂണോ 5 സ്പൂണോ വരെ ഇടാം, അല്ലെങ്കിൽ കുറച്ച് മതി, 3 സ്പൂണൊക്കെ വരെ ഇട്ടാൽ മതി. പൊതുവേ ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. പിന്നെ വേണ്ടത് ഇളം ചൂടുള്ള വെള്ളമാണ്. അത് നമ്മുടെ കോഫി പൗഡർ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ ടേസ്റ്റ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഐസ്ക്രീം യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഐസ്ക്രീമിനേക്കാളും ഉപരി ഈ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കോൾഡ് കോഫി ഉണ്ടാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ കോഫി പൗഡർ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യാനാക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല, നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കടുപ്പത്തിനനുസരിച്ചപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കടുപ്പുണ്ടാവും. ഇതിപ്പോൾ ഞാൻ 1 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് തരി ഒന്നും കിട്ടാത്ത കാപ്പിപ്പൊടിയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഈ ബ്ലെൻഡറിലേക്ക് ഇടുകയാണ് പാലും പഞ്ചസാരയും കാപ്പിപ്പൊടിയും. കോഫി പൗഡറും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ള അത് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ 4 സ്പൂൺ വരെയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കളറ് കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി കാപ്പിപ്പൊടി ചൂടുള്ള വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ 1 സ്കൂപ്പ് ഐസ്ക്രീമാണ് ആഡ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 സ്കൂപ്പ് കൂടി ഐസ്ക്രീം ഇടുകയാണ്. ഇനി ഐസ്ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ ചോക്ലേറ്റ് സോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സ് ലേഡീസ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എഴുതിയിരിക്കാനും മറക്കരുത്. ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സോ ഈ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. Until then, bye, take care.